ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കാർ വാഷിംഗ് ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ നാളായി ഞാൻ എൻ്റെ കാർ കഴുകിയിട്ട്. ഇത് ഏകദേശം ഒരു മാസത്തോളം ഈ വണ്ടി ഇങ്ങനെ കിടക്കുമായിരുന്നു. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വണ്ടിയെ ശ്രദ്ധിക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വണ്ടി മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ഇനിയും ചെളി കൂടത്തേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തുരുമ്പ് അടിക്കാൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി സീറ്റയിലൊക്കെ പൂപ്പൽ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്തു. ഞാൻ ആദ്യം തുടങ്ങുന്നത് ഡാഷ്ബോർഡിനകത്ത്. അപ്പോൾ ഡാഷ്ബോർഡ് മൊത്തത്തിൽ ഒന്ന് നനഞ്ഞത്തു. അപ്പോൾ ഞാൻ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു. സ്റ്റിയറിങ് മൊത്തത്തിൽ പൂപ്പൽ പിടിച്ചിരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റിയറിങ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അടുത്ത് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഡാഷ്ബോർഡാണ്. നമ്മുടെ മൊബൈലും പേഴ്സും ഒക്കെ വെക്കുന്ന ഓരോ സ്പേസുകളുണ്ടല്ലോ, അതാണ് ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്ലാസ്. ഗ്ലാസ് മൊത്തത്തിൽ ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ്, ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഗൈസ് വണ്ടി ക്ലീൻ ചെയ്യുന്ന മൊത്തത്തിലുള്ള വീഡിയോ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പക്ഷേ ചില വീഡിയോകൾ എനിക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം മുഴുവനായി കാണാൻ ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നു. കാരണം നമ്മൾ ചില വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മാക്സിമം മുഴുവനായി കാണണമെന്ന് പറഞ്ഞത്. ഗൈസ്, നമ്മൾ ഗ്ലാസ് തുറച്ചതിന് ശേഷം നമ്മളിപ്പോൾ സീറ്റ് തുറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സീറ്റിലൊക്കെ ചെളിയും പൂപ്പലും ഒക്കെ കാണുന്ന മനസ്സിന് എത്ര തുളച്ചതും അത് പോകുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ തുളച്ച് തന്നെ പിന്നെയും തുളച്ചുകൊണ്ടിരിക്കുകയാണ്. ചെളിയും നമ്മുടെ ചെരുപ്പിലേക്ക് ചെളിയാണ് ഇതേ പിടിച്ചിരിക്കുന്നത്. ഞാൻ തുടക്കുന്നതനുസരിച്ച് നല്ല രീതിയിൽ പൊടി പറക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര. ഗൈസ്, അത് കഴിഞ്ഞ് ഞാൻ താഴ്ഭാഗം ക്ലീൻ ചെയ്യുക. നമ്മൾ കാലൊക്കെ വെക്കുന്ന മാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടാണ്. ഫ്ലോർ മാറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ തുടക്കുക കേട്ടോ. ഫ്ലോർ മാറ്റിൻ്റെ അടിയിലും ചെളി ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞു. ഗൈസ്, അത് കഴിഞ്ഞ് ഞാൻ ഡോർ ക്ലീൻ ചെയ്യുക കേട്ടോ. നമ്മൾ കൈയൊന്നും എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെയാണ് ചെളി പിടിച്ചിരിക്കുന്നത്. അതൊന്ന് കുറേ സമയം എടുത്തത്. ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഈ ഡോർ ക്ലീൻ ചെയ്യുക. 4 ഡോറും ക്ലീൻ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പെട്ടു. കാരണം കൈയൊന്നും എത്താത്ത, ഞാൻ പറഞ്ഞല്ലോ, കൈയൊന്നും എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെയാണ് ചെളി പിടിച്ചിരിക്കുന്നത്, കട്ട പോലെ പിടിച്ച്. ഗൈസ്, അത് കഴിഞ്ഞ് ഞാൻ ഗിയറിൻ്റെ ലിവറൊക്കെ ക്ലീൻ ചെയ്തു. ഗിയർ ലിവറും അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറും പിന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന ആ ഹുക്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് ഉണ്ട്, അത് ഞാൻ ക്ലീൻ ചെയ്തു. അതിനകത്ത് ഫുള്ള് ചെളിയായിട്ട് നമ്മൾ ചെരുപ്പിലെ ചെളിയൊക്കെ. ഗൈസ്, നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോഴാണല്ലോ അവിടെ ചെള്ളത്. നമ്മൾ ശക്തിയിൽ ക്ലച്ച് ചവിട്ടുമ്പോൾ അത് അങ്ങനെ വരുന്നതാണ്. ഗൈസ്, അത് കഴിഞ്ഞാൽ അതായത് സീറ്റ് തുളയ്ക്കുക കേട്ടോ. സീറ്റ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ തുളയ്ക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം തുളച്ചപ്പോൾ തന്നെ ആ സീറ്റ് കവർ തന്നെ ഇളകി പകുതി വന്നിട്ട്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം 2 കൈയൊക്കെ ഇട്ട് ഞാൻ തുളച്ച്. നിങ്ങളുടെ വണ്ടിക്ക് ഇതേ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ ഡോർ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഡോറിൻ്റെ ഇടയിൽ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ കപ്പ് അവിടെ പോയിരുന്നു, ഓറഞ്ച് കപ്പ്. നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. കാണാതെ പോയ കപ്പ് എനിക്ക് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ. അപ്പം ഞാൻ പുറകിലത്തെ സീറ്റ് ഇരുന്ന് സീറ്റ് തുറക്കുക കേട്ടോ. നല്ല രീതിയിൽ പൂപ്പൽ, നിങ്ങൾ ഇപ്പോഴത്തെ സീറ്റിൽ നോക്കുവാണെങ്കിൽ പൂപ്പൽ കാണാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നത് ഞാൻ സീറ്റ് ബെൽറ്റ്. അപ്പോൾ അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. അമ്മ വീഡിയോ ഷെയ്ക്ക് ആക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ സീറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. നമുക്കൊക്കെ എല്ലാം കാര്യത്തിനും അമ്മയാണ് സപ്പോർട്ട്. നിങ്ങൾക്ക് ആരെ സപ്പോർട്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ ക്ലീൻ ചെയ്യുന്നത് ആദ്യം ഷാമ്പു ഇട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ വെള്ളം തൊട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചു വിടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതാ ഇത്രയും സമയം എടുക്കുന്നത് തുടയ്ക്കാൻ ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ പുറകിലത്തെ സീറ്റ് തുളച്ച് ഇരുന്നും കിടന്നും ഒക്കെ തുളയ്ക്കുക. നമ്മൾ ഈ പുറകിലത്തെ സീറ്റ് ചാരി ഇരുന്നാൽ നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഡോർ അഴുക്ക് പിടിച്ചിരിക്കുന്നു. എന്നാൽ അതും ക്ലീൻ ചെയ്ത് നിന്നപ്പോഴാണ് ഷോറുമാരുടെ കയ്യിലുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത എന്തുകൊണ്ടാണ്. എന്നാൽ ഇത് വാങ്ങിക്കാൻ കിട്ടുമോയെന്നൊന്ന് നോക്കണം. വെറുതെ എന്തിനാണ് നമ്മൾ ഷോറൂമാർക്ക് 10,000-5,000 രൂപയൊക്കെ കൊടുക്കുന്നത്? ഇത് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്തു പോകെ. അപ്പോൾ ഗൈസ്, അകത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി പുറത്തെ ക്ലീനിങ് ആണ് ചെയ്യുന്നത്. ബോഡി മൊത്തത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ KL 33L 6504 ഇത് ഫാൻസി നമ്പർ ആണോ എന്ന് എനിക്ക് ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ എനിക്കും അങ്ങ് ഡൗട്ടായിപ്പോയി. അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇത് ഫാൻസി നമ്പർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കുറേ പേര് ഗൈസ്. അങ്ങനെ വണ്ടി മൊത്തത്തിൽ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ ഷാമ്പൂ ഒക്കെ ഇട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്നേന്നൊന്ന് കഴുകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ഷാമ്പൂ എനിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അറിയാതെ ഒരു പാക്കറ്റ് ഞാൻ കളഞ്ഞു, ലാസ്റ്റ് പാക്കറ്റായിരുന്നു അത്. പക്ഷേ അത് അത്ര വില കൂടിയ ഷാമ്പൂ ഒന്നുമല്ല, ലോക്കൽ ഷാമ്പൂ തന്നെയാണ്. നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന വില കുറച്ച് ഒരു പാക്കറ്റിന് 20 രൂപ വെച്ചാണ് ആ ഒരു പാക്കറ്റ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എല്ലാ പെട്രോൾ പമ്പിൽ കിട്ടും നമുക്കത്. ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിലൊക്കെ ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ ബമ്പറും ഹെഡ്ലൈറ്റും ഒക്കെ കഴുകി തുടങ്ങി കേട്ടോ. ബമ്പർ, ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ്, പിന്നെ അത്
ആ റേഡിയേറ്ററിൻ്റെ ഭാഗത്ത് ആ ഗ്യാപ്പുകളുണ്ടല്ലോ അതൊക്കെ ഭയങ്കര പാടാണ് ക്ലീൻ ചെയ്യാൻ. അത് കഴിഞ്ഞ് അത് ഫ്രണ്ട് ഗ്ലാസ്സിൽ ക്ലീനിങ് തുടങ്ങി. ഞാൻ ബക്കറ്റിൽ നിന്ന് പോയ പതയൊക്കെ എടുത്ത് ഗ്ലാസ്സിലേക്ക് എറിയും. അതങ്ങ് പതപ്പിച്ച് കിടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കുറച്ച് വൈപ്പൊക്കെ ഞാൻ പകുതി സാധനം പൊക്കുക കേട്ടോ. വൈപ്പ് പൊക്കി വെച്ചിട്ട് ഞാൻ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ പതഞ്ഞ് പോയപ്പോൾ ചെളിയൊക്കെ ഒരു മൂലയ്ക്ക് അടിഞ്ഞു കൂടിയിരിക്കുക. അയ്യോ, ഇത്രയും ചെളി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത് വണ്ടിയിൽ. ഗൈസ് അത് കഴിഞ്ഞ് നമ്മളിത് ഗ്ലാസും ഡോറും ഒക്കെ അങ്ങ് ക്ലീൻ ചെയ്യാൻ നോക്കി. വിൻഡോ ഗ്ലാസും ഡോറൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കി. നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് ഇത് തുടങ്ങാനായിട്ട് അങ്ങ് സ്പീഡ് കൂടിപ്പോയി കേട്ടോ. അതൊന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. എന്നാലും നമ്മൾ പെട്ടെന്ന് കളഞ്ഞത് ലൈറ്റ് താഴെ സമയം പോയിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല നമ്മൾ വീഡിയോ തുടങ്ങിയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വൈകിയത്. സമയം 5:30 കഴിഞ്ഞു. അപ്പോൾ അതിനുള്ളിൽ ക്ലീൻ ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിത് ബാക്ക് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ബാക്ക് സൈഡ് അതുപോലെ തന്നെ ചെളിയൊക്കെ പിടിച്ച് ചെയ്യുന്നു. ബാക്കിൽ ഗ്ലാസ്സിൽ ചെളിയില്ലായിരുന്നു, പക്ഷേ ബമ്പറിലും ബൈക്ക് ലാമ്പിലും ഒക്കെ നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കുക. അതിനുശേഷം ഞാൻ വണ്ടിയുടെ മുകൾ ഭാഗം ക്ലീൻ ചെയ്യുക കേട്ടോ. അവിടെയും ചെളി ഉണ്ടായിരുന്നു. ഗൈസ് അത് കഴിഞ്ഞ് ഡോറ് തുറക്കുന്ന ഭാഗം, നമ്മൾ എപ്പോഴും ഡോറ് തുറക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ഈ താഴ്ഭാഗവും ഈ ഇടഭാഗവും ഒക്കെയാണ്. ഈ ഇടയിലുള്ള ചെളിയൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലവർ അത് കഴുകാൻ തോന്നും, ചിലവർ അത് ഷോറൂമിൽ കാണിച്ച് ക്ലീനാക്കി ചെയ്യും. ഗൈസ് അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴത്തെ സൈഡും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ എത്തിയപ്പോൾ എൻ്റെ കൈയൊക്കെ ഒരുമാതിരി കൈ അഴച്ചിട്ട് വേദന കൊണ്ട് ഞാൻ 2 കൈ വെച്ച് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അത് ഞാൻ ഡീപ്പായി ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ഗൈസ് അങ്ങനെ ക്ലീനിങ് ഇല്ല കഴിഞ്ഞ് ഇനി വാഷിങ് എത്തണം. രണ്ടാമതും അത് ബോഡിയിൽ വെള്ളം ഒഴിക്കുക. കാരണം നമ്മൾ ഷാമ്പു ഇട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് ഷാമ്പു എല്ലാം ബോഡിയിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ ഒട്ടിപ്പിടിച്ചാൽ പിന്നെ അത് ഭയങ്കര പാടാണ്, അത് കഴുകിയാൽ പോകത്തില്ല. പിന്നെ അത് രണ്ടാമത് പിന്നെ ഒന്നുകൂടി തുണിയൊക്കെ ഇട്ട് ഒന്നുകൂടി കഴുകുന്നതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ശരിക്കും വെള്ളം ഷട്ടിയിൽ വെള്ളം ഒഴിച്ച് വിടുന്നുണ്ട്. എന്നാൽ കൈ വെച്ചൊന്ന് തുടച്ച് നമ്മൾ വിടുന്നുണ്ട്. പറ്റി പിടിക്കുന്നതൊക്കെ ഗൈസ് നമ്മളത് ചെയ്തിന് നമ്മളത് പിന്നെ അത് ഉണങ്ങുമ്പോൾ കവ പോലെ പറ്റി പിടിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ എല്ലാം കഴിഞ്ഞത് വണ്ടിയുടെ ലുക്ക് ഇതാ, നിങ്ങൾ തന്നെ കണ്ടോളൂ.